സംബഡി, എവ്രിബഡി, എനിബഡി, നോബഡി, ഇവയൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ പറയാം. ഞാൻ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. കുറേ ബെല്ലടിച്ചു, ആരും ഡോറ് തുറന്നില്ല. അങ്ങനെ ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു, ഈസ് എനിബഡി ഹോം? ഈസ് എനിബഡി ഹോം? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എനിബഡിക്ക് പകരം എനിവണ്ണും ഉപയോഗിക്കാം. ഇറ്റ്സ് എ സെയിം മീനിങ്. റൈറ്റ്. അത് കേട്ട അടുത്ത വീട്ടിലത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നോബഡി ഈസ് ഹോം. നോബഡി ഈസ് ഹോം. വീട്ടിൽ ആരുമില്ല. സോ നോബഡിക്ക് പകരം നമുക്ക് നോ വണ്ണും ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് ദ സെയിം മീനിങ്. എന്നിട്ട് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, വേർ ഈസ് എവ്രിബഡി? വേർ ഈസ് എവ്രിബഡി? എല്ലാവരും എവിടെ പോയി? സോ എവ്രിബഡിക്ക് പകരം നമുക്ക് എവ്രി വണ്ണും ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് ദ സെയിം മീനിങ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, സംബഡി ഇൻ ദെയർ ഫാമിലി പാസ്ഡ് അവേ. സംബഡി ഇൻ ദെയർ ഫാമിലി പാസ്ഡ് അവേ. ദേ ഓൾ വെന്റ് ടു ദ ഫ്യൂണറൽ. അവരുടെ കുടുംബത്തിൽ ആരോ ഒരാൾ അന്തരിച്ചു. അവരൊക്കെ ഫ്യൂണറലിന് പോയതാണ്. സോ നമ്മൾ സംബഡിക്ക് പകരം സംവണ്ണും ഉപയോഗിക്കാം. സോ അജ്ഞാതനായ ഒരു വ്യക്തി, വൺ അൺനോൺ പേഴ്സൺ, അവരെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംബഡി അല്ലെങ്കിൽ സംവൺ ഉപയോഗിക്കുന്നത്.